കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രശ്നത്തെക്കുറിച്ച് പലരും പലവിധമായി സംസാരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു വൈദ്യുതി കിട്ടുന്നില്ല എന്ന്, ചിലർ പറയുന്നു സർക്കാർ വേണ്ടത്ര ശ്രമിക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം വൈദ്യുതി ലഭ്യത എന്നതല്ല, അത് ശരിയായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. സംസ്ഥാന സർക്കാർ ആയാലും KEC ആയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പത്തിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം പ്രശ്നം വളരെ അടിസ്ഥാനപരമായതാണ്. കേരളത്തിലേക്ക് എത്തുന്ന വൈദ്യുതി കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇപ്പോഴുള്ള സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോമറുകളിലും മതിയായതല്ല. ഇത് കൂടുതൽ ലളിതമായി പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഒരേ സമയം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി സിസ്റ്റം ശക്തമല്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഈ വേനൽക്കാലത്ത് കേരളത്തിൽ വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലായി ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രികാല ആവശ്യകതയാണ് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ പീക്ക് ഡിമാൻഡ് ഏകദേശം 6195 മെഗാവാട്ടാണ്. അതായത് ഒരേ സമയത്ത് ഇത്രയും വൈദ്യുതി ആവശ്യമായി വന്നു. ഇതോടൊപ്പം ദിവസേന ഉപയോഗിക്കുന്ന വൈദ്യുതി ഏകദേശം 11.8 കോടി യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. ഇത് വളരെ വലിയ സംഖ്യയാണ്. ഇത്രയും വലിയ ആവശ്യകത നിറവേറ്റാൻ സംസ്ഥാനത്തിന്റെ വൈദ്യുതി സംവിധാനത്തിന് ഇപ്പോൾ പൂർണ്ണ ശേഷിയില്ല. കേരളത്തിന് വൈദ്യുതി ലഭിക്കുന്ന വഴികൾ പലതുണ്ട്. ഒന്നാമത് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം. ഇത് ഏകദേശം 1600 മെഗാവാട്ടാണ്. ദിവസേന ഇത് ഏകദേശം 4.8 കോടി യൂണിറ്റ് വൈദ്യുതി നൽകുന്നു. രണ്ടാമത് സംസ്ഥാനത്തിനകത്തെ ജലവൈദ്യുതി പദ്ധതിയാണ്. ജലവൈദ്യുതി നിലയങ്ങളും ചേർന്ന് ഏകദേശം 1766 മെഗാവാട്ട് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതിലൂടെ ദിവസേന ഏകദേശം 2.3 കോടി യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. മൂന്നാമത് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയാണ്. ഇത് ദീർഘകാലവും ഗ്രഹസ്വകാലവും ഉള്ള കരാറുകൾ വഴി കൂടാതെ പവർ എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങുന്നതാണ്. ഇതിലൂടെ ഏകദേശം 2800 മെഗാവാട്ട് വരെ വൈദ്യുതി ലഭിക്കുന്നു. ദിവസേന ഇത് ഏകദേശം 6 കോടി യൂണിറ്റ് വരെ ആയിരിക്കും. ഇവയെല്ലാം ചേർത്താൽ കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കാൻ വഴിയുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെ തുടങ്ങുന്നു. ഈ വൈദ്യുതി മുഴുവനും ഒരേ സമയം സംസ്ഥാനത്തിനകത്ത് എത്തിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക സൗകര്യം ഇല്ല. കേരളത്തിലേക്ക് പുറത്തുനിന്ന് വൈദ്യുതി എത്തുന്നത് അന്തർ സംസ്ഥാന വൈദ്യുതി ലൈനുകൾ വഴിയാണ്. ഇപ്പോൾ ഈ ലൈനുകൾ വഴി പരമാവധി 4400 മെഗാവാട്ട് വൈദ്യുതി മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ഇതിനകം തന്നെ ഈ പരമാവധി ശേഷി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യുതി സംസ്ഥാന ഗ്രിഡിലേക്ക് എത്തിക്കുന്നത് വലിയ സബ്സ്റ്റേഷനുകളിലൂടെയാണ്. പ്രത്യേകിച്ച് 400 kV സബ്സ്റ്റേഷനുകളും ഹൈ വോൾട്ടേജ് ഡയറക്ട് കറന്റ് സബ്സ്റ്റേഷനുകളും പ്രധാനമാണ്. ഇവിടെയുള്ള ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി സ്വീകരിച്ച് സംസ്ഥാനത്തിന് വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷേ ഈ ട്രാൻസ്ഫോമറുകളുടെ ശേഷി പരിമിതമാണ്. അതായത് ഇവയ്ക്കൊരു പരിധിക്ക് മുകളിലുള്ള വൈദ്യുതി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ആയതിനാൽ ഇപ്പോൾ കൊണ്ടുവരുന്നതിലും കൂടുതൽ വൈദ്യുതി കൊണ്ടുവരാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനി കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ നിലവിലുള്ള ചില വിഹിതങ്ങൾ കുറയ്ക്കേണ്ടി വരും. ഉദാഹരണത്തിന് കേന്ദ്ര വിഹിതം സറണ്ടർ ചെയ്യേണ്ടി വരും. എന്നാൽ അത് പ്രായോഗികമല്ലാത്തത് ഒരു പരിഹാരമാണ്. കേരളത്തിലെ പ്രധാന സബ്സ്റ്റേഷനുകളിൽ ഒന്നാണ് മണ്ണുത്തി സബ്സ്റ്റേഷൻ. ഇതൊരു HVDC സബ്സ്റ്റേഷനാണ്. ഇവിടെ തമിഴ്നാട്ടിലെ പുഗല്ലൂരിൽ നിന്ന് വരുന്ന ഒരു വലിയ വൈദ്യുതി ലൈനുണ്ട്. ഈ ലൈൻ വഴി ഏകദേശം 2000 മെഗാവാട്ട് വരെ വൈദ്യുതി കൊണ്ടുവരാൻ കഴിയും. പക്ഷേ മണ്ണുത്തി സബ്സ്റ്റേഷൻ ഉള്ള ട്രാൻസ്ഫോമറുകളുടെ ശേഷി അത്രയില്ല. ഇവിടെ 500 മെഗാവാട്ട് ആംബിയറിന്റെ 2 ട്രാൻസ്ഫോമറുകൾ മാത്രമാണുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാന നിയമം കൂടിയുണ്ട്. ദേശീയ ഗ്രിഡിന്റെ സുരക്ഷാ നിബന്ധനകൾ പ്രകാരം ഈ 2 ട്രാൻസ്ഫോമറുകളിൽ ഓരോന്നിന്റെ ശേഷി മാത്രമേ ഒരേ സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഒരു ട്രാൻസ്ഫോമറിന് പ്രശ്നമുണ്ടായാൽ മറ്റൊന്ന് ഉപയോഗിക്കാൻ കഴിയണം. അതിന്റെ ഫലമായി മണ്ണുത്തിയിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്ന വൈദ്യുതി ഏകദേശം 500 മെഗാവാട്ട് മാത്രമാണ്. ഇത്ര വലിയ ലൈൻ ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ ശേഷി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ലൈൻ റായ്ഗാർഗ് നിന്ന് തുടങ്ങുന്നതാണ്. ഇത് പല സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ആകെ 6000 മെഗാവാട്ട് ശേഷിയുള്ള ഈ ലൈനിൽ നിന്ന് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 2000 മെഗാവോൾട്ടാണ്. പക്ഷേ സബ്സ്റ്റേഷൻ പരിമിതികൾ കാരണം അതിന്റെ മുഴുവൻ ഉപയോഗം സാധ്യമല്ല. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പുതിയ 500 MVA ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിക്കാൻ 2027 വരെയാണ് പദ്ധതി. അതുവരെ കേരളത്തിന് അധിക വൈദ്യുതി കൊണ്ടുവരാൻ കഴിയില്ല. കേരളത്തിന് വൈദ്യുതി ഇല്ലാത്തതിലല്ല പ്രശ്നം, ലഭിക്കുന്ന വൈദ്യുതി ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തതാണ് പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണ്ടിവരും. പക്ഷേ ശരിയായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇത് മെച്ചപ്പെടുത്താൻ കഴിയും. ആയതിനാൽ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ദീർഘകാല പരിഹാരങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട സമയമാണിത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.